ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. അപ്പോൾ ഈ സെഷനിൽ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 2 സബ്ജക്ട് കോഡ് CET 305 വന്നിട്ടുള്ള ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 2-ന്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 5 മൊഡ്യൂൾസ് ആണല്ലോ എല്ലാ സബ്ജക്റ്റിലും ഉള്ളത്. 5 മൊഡ്യൂൾ നമുക്ക് ആദ്യത്തെ മൊഡ്യൂളിൽ ഈ ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 2-ൽ 2 പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് വന്നിട്ടുള്ളത് അല്ലേ. മെയിൻ ടോപ്പിക്സ് എന്തൊക്കെയാണ്? ഒന്ന് എർത്ത് പ്രഷർ, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എർത്ത് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് ചില സമയത്ത് പറയും അല്ലേ. നമ്മളൊരു റീറ്റേണിംഗ് വാൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റീറ്റേണിംഗ് വാളിലോട്ട് അതിൻ്റെ ബാക്കിൽ വന്നിട്ടുള്ള സോയിൽ എത്രത്തോളം പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുക. അപ്പോൾ അത് 3 ടൈപ്പ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് വരുന്നുണ്ട്, ആക്റ്റീവ് എർത്ത് പ്രഷർ വരുന്നുണ്ട്, അതുപോലെ തന്നെ പാസീവ് എർത്ത് പ്രഷറും വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്, ആക്റ്റീവ് എർത്ത് പ്രഷറും അതുപോലെ തന്നെ പാസീവ് എർത്ത് പ്രഷർ. അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് എന്ന് പ്രത്യേകം സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് സാധാരണ കാണാറുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് കോയിഫിഷ്യൻറ്റ്. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് അല്ലേ, നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത് K0 ആണ്. അതുപോലെ ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ കേസിൽ അതിൻ്റെ കോയിഫിഷ്യൻറ്റ് വരുന്നത് KA ആണ്, KA. അതുപോലെ പാസീവ് എർത്ത് പ്രഷറിന് അത് KP ആണ്. കോയിഫിഷ്യൻ്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷറാണ് KA. അപ്പോൾ KAയുടെ ഇക്വേഷൻ എന്താണ്? നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷനാണ്. ദാറ്റ് ഈസ് 1 - sin phi by 1 + sin phi. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫൈയുടെ വാല്യൂ ഡയറക്റ്റായിട്ട് തരാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മളത് കാണുന്നത്. ഓക്കെ, ഇനി അടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? റാങ്കിൻസ് തിയറി. ഓക്കെ, ഈ ഒരു എർത്ത് പ്രഷറുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള 2 തിയറീസാണ്. ഒന്ന് റാങ്കിൻസ് തിയറിയും അതുപോലെ തന്നെ കൂളംസ് തിയറിയും. സോ റാങ്കിൻസ് തിയറി അതിൻ്റെ എർത്ത് പ്രഷർ ആൻഡ് പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഫോർ കൊഹിഷൻലെസ് സോയിലും കൊഹസീവ് സോയിലും. ഇപ്പോൾ കൊഹിഷൻലെസ് സോയിലിൻ്റെ കേസിൽ വന്നിട്ടുള്ളത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ കൊഹസീവ് സോയിലിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വരുന്നിട്ടുള്ള എർത്ത് പ്രഷർ ഡയഗ്രാം വരയ്ക്കാനായിട്ട് അറിയണം. അപ്പോൾ അത് പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട്. എർത്ത് പ്രഷർ ഡയഗ്രാം നമുക്ക് ക്വസ്റ്റ്യനിൽ തരാറുണ്ട്. അതിൻ്റെ ഫിഗർ തരും. ആ ഫിഗറിനെ ബേസ് ചെയ്തിട്ട് എർത്ത് പ്രഷർ ഡയഗ്രാം നമ്മൾ വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ എർത്ത് പ്രഷർ ഡയഗ്രാം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പോയിന്റിലത്തെ ഓർഡിനേറ്റ് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത് നേരത്തെ? ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ ആ ഒരു കോയിഫിഷ്യൻ്റ് നിർബന്ധമായിട്ടും അറിയണം. അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കേണ്ട മറ്റ് ഇക്വേഷൻസ് ആണ് ഗാമ ഡാഷ് അല്ലെങ്കിൽ ഗാമ സബ്മർജ്ഡിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1-ൽ അത് പഠിച്ചിട്ടുണ്ടാവും. ഗാമ സാച്ച് അല്ലെങ്കിൽ ഗാമ ഡാഷ്, ഗാമ സാറ്റ്, അതുപോലെ തന്നെ ഗാമ ഡി. ഇതിൻ്റെയൊക്കെ ബേസിക് ഇക്വേഷൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണമെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോബ്ലംസ് വരുന്നത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ബാക്കി എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഇൻഫ്ലുവൻസ് ഓഫ് സർചാർജ് ആൻഡ് വാട്ടർ ടേബിൾ ഓൺ എർത്ത് പ്രഷർ, അതും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ സർചാർജും അതുപോലെ തന്നെ വാട്ടർ ടേബിൾ കൂടെ വരുന്ന സമയത്ത് ഏത് രീതിയിലാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ വർഷം തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ട് ബിയിൽ അല്ലെ 14 മാർക്കിൻ്റെ essay ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്. എർത്ത് പ്രഷർ വിത്ത് ലെയേർഡ് ബാക്ക് ഫിൽ. അപ്പോൾ ഒരു സിംഗിൾ ബാക്ക് ഫിൽ അല്ലാതെ ലെയേർഡ് ബാക്ക് ഫില്ലാണെന്നുണ്ടെങ്കിൽ അല്ലെ, ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് സോയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് എർത്ത് പ്രഷർ കാണുന്നത്, അല്ലെങ്കിൽ ലാറ്ററൽ എർത്ത് പ്രഷർ വഴി ആ ഒരു വാളിലോട്ട് വരുന്ന ത്രസ്റ്റ് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതും ചോദിക്കാറുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 2 തിയറീസാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒന്ന് റാങ്കിൻസ് തിയറിയും കൂളംസ് തിയറിയും. ഓക്കെ, ഇപ്പോൾ കൂളംസ് തിയറി അതിൻ്റെ അസംഷൻസ് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. അതിൻ്റെ ഡെറിവേഷൻസ് ആവശ്യമില്ല. പിന്നെ ഇത് തമ്മിലുള്ള കമ്പാരിസൺ ഓഫ് റാങ്കിൻസ് ആൻഡ് കൂളംസ് തിയറി. അപ്പോൾ ഇതും essay ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്, കമ്പാരിസൺ ഓഫ് റാങ്കിൻസ് ആൻഡ് കൂളംസ് തിയറി. ഓക്കെ, അപ്പോൾ ഈ എർത്ത് പ്രഷറുമായി ബന്ധപ്പെട്ട് സാധാരണ പാർട്ട് എയിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നത് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്, അല്ലെങ്കിൽ എർത്ത് പ്രഷർ ആക്റ്റീവ് എർത്ത് പ്രഷർ എന്താണ്, പാസീവ് എർത്ത് പ്രഷർ. അത് 3 തന്നിട്ട് അത് ഓരോ മാർക്ക് വീതം, അങ്ങനെ 3 മാർക്കിന് അത് ചോദിക്കാറുണ്ട്. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അത്. ഓക്കെ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് അല്ലേ, നമുക്ക് പലപ്പോഴായിട്ട് ഇങ്ങനെ വരാറുള്ളതെന്ന് വെച്ചാൽ ഒരു റീറ്റേണിംഗ് വാൾ ഇങ്ങനെ തരും. ആ റീറ്റേണിംഗ് വാളിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിൽ വന്നിട്ടുള്ള സോയിലിൻ്റെ കണ്ടീഷനും തരും. അപ്പോൾ സോയിലിൻ്റെ കണ്ടീഷൻ പലപ്പോഴായിട്ട് തരാറുള്ളത് കുറച്ച് ഭാഗത്ത് ഡ്രൈ സോയിലായിരിക്കും, ബാക്കിയുള്ള ഭാഗത്ത് എന്തുണ്ടാവും? വാട്ടർ ടേബിൾ ഉണ്ടാവും. സോ ഇവിടുത്തെ സോയിലിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? സാച്ചുറേറ്റഡ് കണ്ടീഷനാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ഈ ഒരു എൻ്റയർ ബാക്ക് ഫില്ല് എത്രത്തോളം ത്രസ്റ്റാണ് ഈ വാളിലോട്ട് എക്സേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് എങ്ങനെ കാണുന്നത് എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അടുത്ത് നോക്ക്.
ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതിൻ്റെ ജനറൽ കൺസിഡറേഷൻസ്, അതുപോലെ ഫങ്ഷൻസ് ഓഫ് ഫൗണ്ടേഷൻ. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ആദ്യം എന്താണ് ഫൗണ്ടേഷൻ എന്ന് പഠിച്ചിരിക്കണം അല്ലേ. എന്താണ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴെ കൊടുക്കുന്ന ഒരു കമ്പോണൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ബിൽഡിങ്ങിൻ്റെ എൻറ്റയർ ലോഡ് ഈ സോയിലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ഓഫ് ഷാലോ ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻ. അപ്പോൾ ഫൗണ്ടേഷൻ തന്നെ 2 ടൈപ്സ് ആണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് അല്ലേ, ഷാലോ ഫൗണ്ടേഷനും ഡീപ്പ് ഫൗണ്ടേഷൻ. എന്താണ് ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ഡെപ്ത്ത് വിഡ്ത്തിനേക്കാൾ അധികം വരികയാണെന്നുണ്ടെങ്കിൽ അത് ഡീപ്പ് ഫൗണ്ടേഷനാണ്. ഓക്കെ, അതേ സമയത്ത് ഡെപ്ത്ത് വിഡ്ത്തിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇത് ഷാലോ ഫൗണ്ടേഷനാണ്. ഓക്കെ, പിന്നെ ഷാലോ ഫൗണ്ടേഷൻ്റെ കീഴിൽ തന്നെ പല ടൈപ്സ് വരുന്നുണ്ട്. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് വരുന്നുണ്ട്, കമ്പൈൻഡ് ഫൂട്ടിംഗ് വരുന്നുണ്ട്, മാറ്റ് ഫൗണ്ടേഷൻ, റാഫ്റ്റ് ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നോക്ക്, ഫങ്ഷൻസ് ഓഫ് ഫൗണ്ടേഷൻ പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാമാണ് ഫങ്ഷൻസ് ഫൗണ്ടേഷൻ്റെ. അതുപോലെ തന്നെ ഡെഫിനിഷൻ ഓഫ് ഷാലോ ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻ. ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ, ഡെപ്ത്ത് വിഡ്ത്തിനേക്കാളും കൂടുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് ഡീപ്പ് ഫൗണ്ടേഷനാണ്. അതേസമയത്ത് ഡെപ്ത്ത് വിഡ്ത്തിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ അത് ഷാലോ ഫൗണ്ടേഷനാണ്. ഓക്കെ, അടുത്തത് എന്താണ്? സെലക്ഷൻ ഓഫ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ. ഇത് പലപ്പോഴായിട്ട് ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സെലക്ഷൻ ഓഫ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് നമ്മളൊരു ടൈപ്പ് ഫൗണ്ടേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നിടത്ത് എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതാണ് അതിൻ്റെ ഒരു ഫൗണ്ടേഷനോട്ട് വന്നിട്ടുള്ള ലോഡ് അല്ലേ, ആ ഒരു സ്ട്രക്ചറിൻ്റെ ലോഡ് എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ ആ ഫൗണ്ടേഷൻ നിൽക്കുന്ന സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പല ടൈപ്പ് ഫൗണ്ടേഷൻസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സോയിലും നിർബന്ധമായിട്ട് പഠിക്കുക. പല ടൈപ്പ് സോയിലും പല രീതിയിലാണ് നമുക്ക് ഫൗണ്ടേഷൻസ് കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇത് കാണാറുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ ഏതൊക്കെ ടൈപ്സ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു സ്പെഷ്യലായിട്ട് ചോദിക്കാറുള്ള ഒരു സംഗതിയാണ് മാറ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ. ഇത് പ്രത്യേകം ചോദിക്കാറുണ്ട്. മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ അത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, അങ്ങനെ പ്രത്യേകം എടുത്ത് ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ 1 പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ കീ ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ട ഒരു ഭാഗമാണ്. ഒന്ന് ഇത് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്, ആക്റ്റീവ് ആൻഡ് പാസീവ് എർത്ത് പ്രഷർ. അതിൽ തന്നെ ഈ ഒരു സർചാർജും വാട്ടർ ടേബിളും കൂടെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഒരു എർത്ത് പ്രഷറിനെ അത് എഫക്റ്റ് ചെയ്യാന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് കൂടി നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 1. നമുക്ക് അടുത്ത മൊഡ്യൂൾ 2 നോക്കാം. മൊഡ്യൂൾ 2 നോക്കാം. മൊഡ്യൂൾ 2 നമുക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്? ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ഷാലോ ഫൗണ്ടേഷൻ. ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ഷാലോ ഫൗണ്ടേഷൻ. അപ്പോൾ അതിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് പറയേണ്ട കുറച്ച് ടേംസുകളുണ്ട്. അതാണ് ഗ്രോസ് ആൻഡ് നെറ്റ് ബിയറിംഗ് പ്രഷർ, അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ആൻഡ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. ഓക്കെ, ഈ ഒരു 4 ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് പാർട്ട് എയിൽ നിന്ന് ചോദിക്കാറുണ്ട്. പാർട്ട് എയിൽ നിന്ന് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്താണ്, സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്താണ്, അല്ലെങ്കിൽ അതിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൂടി അപ്ലൈ ചെയ്തിട്ട് സേഫ് ബിയറിംഗ് പ്രഷർ എന്താണ്, കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ ഫെയിലിയർ മെക്കാനിസംസ്, അതുപോലെ തന്നെ അലവബിൾ സോയിൽ പ്രഷർ. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വരുന്നൊരു ബിയറിംഗ് കപ്പാസിറ്റി തിയറിയാണ് എന്ത്? ടെർസാഗീസ് ബിയറിംഗ് കപ്പാസിറ്റി തിയറി. ഓക്കെ, അപ്പോൾ ടെർസാഗീസ് ബിയറിംഗ് കപ്പാസിറ്റി തിയറി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ അസംഷൻസ് നിർബന്ധമായിട്ട് പഠിക്കാം. അസംഷൻസ് ചില സമയത്ത് അതുപോലെ തന്നെ ചോദിക്കാറുണ്ട്, 6 മാർക്കിനൊക്കെ ചോദിച്ച് കാണാറുണ്ട്. അസംഷൻസ് പഠിക്കുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ എന്തുകൂടെ പഠിക്കുക, അതിൻ്റെ ലിമിറ്റേഷൻസ് കൂടെ നിങ്ങൾ പഠിക്കണം. സോ ബിയറിംഗ് കപ്പാസിറ്റി തിയറി അല്ലെങ്കിൽ ടെർസാഗീസ് ബിയറിംഗ് കപ്പാസിറ്റി തിയറിയിൽ നിങ്ങൾ പഠിക്കേണ്ടതാണ് അസംഷൻസും അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസും. ഈ 2 കാര്യങ്ങളും നിർബന്ധമായിട്ട് പഠിക്കുക ടെർസാഗീസ് ബിയറിംഗ് കപ്പാസിറ്റി തിയറിയിൽ. അതുപോലെ തന്നെ അതിൻ്റെ ഇക്വേഷൻസ് വരുന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് സ്ക്വയർ ഫൂട്ടിങ്ങിന് ഒരു ഇക്വേഷൻ ഉണ്ട്, സ്ട്രാപ്പ് ഫൂട്ടിങ്ങിന് വേറെ ഒരു ഇക്വേഷൻ ആണ്, അതുപോലെ തന്നെ സർക്കുലർ ഫൂട്ടിങ്ങിന് വേറെ ഒരു ഇക്വേഷൻ. ആ ഇക്വേഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, ഞാൻ അതിൻ്റെ ഡെറിവേഷൻസ് നോട്ട് റിക്വയർഡ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ. ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടേഴ്സ്? അത് NC, അതുപോലെ NQ, N ഗാമ. ഇത് 3ഉമാണ് ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടേഴ്സ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് അല്ലേ, ടെർസാഗീസ് ഫോർമുല ഫോർ സർക്കുലർ ആൻഡ് സ്ക്വയർ ഫൂട്ടിങ്സ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അടുത്ത് നോക്കുക, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബിയറിംഗ് കപ്പാസിറ്റി. ഏതെല്ലാം ഫാക്ടേഴ്സ് ആണ് ഒരു സോയിലിൻ്റെ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ്റെ ബിയറിംഗ് കപ്പാസിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്.
ഓക്കെ. പിന്നെ വരുന്നതാണ് എഫക്റ്റ് ഓഫ് വാട്ടർ ടേബിൾ ഓൺ ബിയറിംഗ് കപ്പാസിറ്റി. അപ്പോൾ പലപ്പോഴായിട്ട് ഇതും ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എഫക്റ്റ് ഓഫ് വാട്ടർ ടേബിൾ ഓൺ ബിയറിംഗ് കപ്പാസിറ്റി. അപ്പോൾ എഫക്റ്റ് ഓഫ് വാട്ടർ ടേബിൾ എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ഫൗണ്ടേഷൻ, ഇതൊരു ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ വാട്ടർ ടേബിൾ എവിടെയാണ് വരുന്നത്, അതായത് ഈ ഒരു ഫൗണ്ടേഷൻ്റെ ബേസിൽ നിന്ന് വരുന്ന വാട്ടർ ടേബിൾ എത്രത്തോളം ഡെപ്തിലാണ് വരുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ഫൗണ്ടേഷൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി അത് എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നത് ഒരു ടോപ്പിക്കാണ് അതിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ 2 ഫാക്ടേഴ്സ് വന്നിട്ടുണ്ട്. ഒന്ന് RW1, അതുപോലെ RW2, അതുപോലെ തന്നെ അതിനോട് കൂടെ എന്നുള്ളതാണ് ZW1 ആൻഡ് ZW2. ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. ഓക്കെ. അടുത്ത് നോക്ക്, ഷിയർ ഫെയിലിയേഴ്സ് ആണ്. ഷിയർ ഫെയിലിയേഴ്സ് അല്ലേ, 3 ടൈപ്പ് ഷിയർ ഫെയിലിയേഴ്സ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ജനറൽ ഷിയർ ഫെയിലിയർ, അതുപോലെ തന്നെ ലോക്കൽ ഷിയർ ഫെയിലിയറും, പിന്നെ വന്നിട്ടുള്ളതാണ് പഞ്ചിങ് ഷിയർ ഫെയിലിയർ. ഈ 3 ടൈപ്പ് ഷിയർ ഫെയിലിയർ, ഇത് ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 നിർബന്ധമായിട്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം 2022 ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത് ഈ ഒരു പഞ്ചിങ് ഷിയർ ഫെയിലിയർ ആയിരുന്നു. അതിന് തൊട്ട് മുന്നേ ചോദിച്ച വർഷം, അതായത് 2021 ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത് ജനറൽ ആൻഡ് ലോക്കൽ ഷിയർ ഫെയിലിയർ ആയിരുന്നു. സോ ജനറൽ ഷിയർ ഫെയിലിയറും ലോക്കൽ ഷിയർ ഫെയിലിയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഫെയിലിയർ എൻവലപ്പ് ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ കർവ്, അതായത് ലോഡ് സെറ്റിൽമെൻറ്റ് കർവ്, പ്രഷർ സെറ്റിൽമെൻറ്റ് കർവ് കൂടെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ട ഒരു ഭാഗമാണ് ഇത്, ഈ ഒരു ഷിയർ ഫെയിലിയേഴ്സ്. ഓക്കെ. പിന്നെ സ്കെംപ്ടൺസ് ഫോർമുല വരുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾ 2 വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയാനുള്ളത് ഈ ഒരു ടെർസാഗിസ് ബിയറിംഗ് കപ്പാസിറ്റി തിയറിയാണ്. അതിൻ്റെ അസംഷൻസും അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. നമുക്കിനി അടുത്ത മൊഡ്യൂൾ നോക്കാം, മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 വന്നിട്ടുള്ളതാണ് സെറ്റിൽമെൻറ്റ് അനാലൈസിസ്. ഫൗണ്ടേഷനിൽ വരുന്നിട്ടുള്ള സെറ്റിൽമെൻറ്റ്, അതിൻ്റെ അനാലൈസിസും അതുപോലെ തന്നെ ഫൂട്ടിങ്സ് ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിൽ വന്നിട്ടുള്ളത്. സോ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 3 ടൈപ്പ് അല്ലെ. ടോട്ടൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിന് 3 കമ്പോണൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ്, പിന്നെ പ്രൈമറി സെറ്റിൽമെൻറ്റും, പിന്നെ സെക്കൻഡറി സെറ്റിൽമെൻറ്റ് അല്ലേ. അപ്പോൾ പ്രൈമറി സെറ്റിൽമെൻറ്റ് എന്ത് കാരണം ഉണ്ടാകുന്നത്? അത് പ്രൈമറി കൺസോളിഡേഷൻ കാരണമാണ്. ഈ സമയത്ത് സെക്കൻഡറി സെറ്റിൽമെൻറ്റ് എന്ത് കാരണമാണ്? ക്രീപ്പ് കാരണമാണ് വന്നിട്ടുള്ളത്. സോ അതിൽ പലപ്പോഴായിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുള്ളത് ഈ ഒരു ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻ്റ് ആണ്. ഓക്കെ. അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ, എസ്റ്റിമേഷൻ ഓഫ് ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു ഇക്വേഷനും കൂടെ ഉണ്ട് അല്ലേ. എന്താണ് ഇക്വേഷൻ? SI ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് ഈക്വൽ ടു QB ഇൻറ്റു 1 - μ² ഇൻറ്റു IW. ഇതാണ് ബേസിക് ഇക്വേഷൻ ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ എന്താണ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതുപോലെ 1 - μ², ഓരോ ടേംസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കാം അല്ലേ. ഇത് പോയിസൺസ് റേഷ്യോ ആണ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. അതിൽ പ്രത്യേകം നോക്കി വെക്കേണ്ടത് ഇതാണ് IW അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഫാക്ടർ. അപ്പോൾ അത് ഫ്ലെക്സിബിൾ ടൈപ്പ് ഫൂട്ടിംഗ് ഉണ്ട്, റിജിഡ് ടൈപ്പ് ഫൂട്ടിംഗ് ഉണ്ട്. അതിന് രണ്ടിനും വേറെ രീതിയിലാണ് ആ ഒരു വാല്യൂസ് വരുന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെന്തായാലും പറഞ്ഞിട്ടുള്ളത് നോക്കുക, അലവബിൾ സെറ്റിൽമെൻറ്റ്, അതുപോലെ മാക്സിമം സെറ്റിൽമെൻറ്റും ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്. 3 ടൈപ്പ് സെറ്റിൽമെൻറ്റ് ഉണ്ട്. അലവബിൾ സെറ്റിൽമെൻറ്റ്, മാക്സിമം സെറ്റിൽമെൻറ്റ്, ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്. അപ്പോൾ 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ഒരു അലവബിൾ സെറ്റിൽമെൻറ്റ് എന്താണ്, മാക്സിമം സെറ്റിൽമെൻറ്റ് എന്താണ്, അതുപോലെ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് എന്താണെന്നുള്ളത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ. അടുത്ത് നോക്ക്, അതുമായി ബന്ധപ്പെട്ടുള്ള ഫീൽഡ് ടെസ്റ്റ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടെസ്റ്റാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്. അതിൻ്റെ പ്രൊസീജിയർ, അതുപോലെ തന്നെ അതിൻ്റെ യൂസസ്, പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ്. ഓക്കെ. അപ്പോൾ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിമിറ്റേഷൻസ് കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. അപ്പോൾ അതുവഴി എങ്ങനെയാണ് നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഇതൊക്കെ സെറ്റിൽമെൻ്റ് ഒക്കെ കാണുന്നത് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക അല്ലേ. എന്താണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയാണ് നമ്മൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ ഒരു പിറ്റ് ഉണ്ടാക്കിയതിന് ശേഷം അവിടെ ഒരു പ്ലേറ്റ് വെക്കും അല്ലേ. ആ പ്ലേറ്റ് വെച്ചിട്ട് ആ പ്ലേറ്റിലോട്ട് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യും, എന്നിട്ട് ലോഡ് സെറ്റിൽമെൻറ്റ് കർവ് വരക്കും. അതുവഴിയാണ് നമുക്ക് ആ ഒരു റീഡിങ്സ് എടുക്കുന്നത്. ഓക്കെ. അടുത്ത് നോക്ക്, ഫൂട്ടിങ്സ് അല്ലേ. ഫൂട്ടിങ്സിൽ എന്തൊക്കെയുള്ളത്? ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ഓഫ് ഫൂട്ടിങ്സ്, അതുപോലെ തന്നെ അതിൽ വന്നിട്ടുള്ള സ്ട്രിപ്പ് ഓർ കണ്ടിന്യൂസ് ആൻഡ് ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ്, അതിൻ്റെ ഡിസൈൻ പ്രിൻസിപ്പിൾസ്. ഓക്കെ. പിന്നെ ഡിസൈൻ അധികം പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കാറില്ല, ഇതേപോലെ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളൂ. അതും അധികം ചോദിക്കുകയാണെങ്കിൽ തന്നെ ഒരു സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ ഒക്കെ സൈസാണ് ചോദിക്കാറുള്ളത്. ഓക്കെ. സോ
റെക്ടാങ്കുലർ ആൻഡ് ട്രപ്പീസോഡൽ കമ്പൈൻഡ് ഫൂട്ടിങ്. അപ്പോൾ ഇതിലും ഒരു കാര്യം ചോദിക്കാറുള്ളത്, എപ്പോഴാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിങ് യൂസ് ചെയ്യാറുള്ളത്, അതിൽ തന്നെ എപ്പോഴാണ് ട്രപ്പീസോഡൽ കമ്പൈൻഡ് ഫൂട്ടിങ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്, പിന്നെ ഫൂട്ടിംഗ് സബ്ജക്റ്റഡ് ടു എക്സെൻട്രിക് ലോഡിംഗ്. അപ്പോൾ ഫൂട്ടിംഗ് സബ്ജക്റ്റഡ് ടു എക്സെൻട്രിക് ലോഡിംഗ് എന്ന് പറയുന്ന സമയത്ത് അത് ജസ്റ്റ് തിയറി മാത്രമേ അതിൽ ചോദിക്കാറുള്ളൂ, പ്രോബ്ലംസ് വരാറില്ല. പ്രോബ്ലംസ് അധികം ഈ ഒരു കോൺസെൻട്രിക് ലോഡിങ്ങിലാണ് വരാറുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നോക്ക്, റാഫ്റ്റ് ഫൗണ്ടേഷൻ. നമ്മൾ നേരത്തെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ലേ, റാഫ്റ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ടൈപ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ഓഫ് റാഫ്റ്റ് ഫൗണ്ടേഷൻ, ബിയറിംഗ് കപ്പാസിറ്റി ഇക്വേഷൻസ് ഫോർ റാഫ്റ്റ് ഓൺ സാൻഡ് ആൻഡ് ക്ലേ. അപ്പോൾ സാൻഡിൻ്റെ കേസിലും അതുപോലെ തന്നെ ക്ലേൻ്റെ കേസിലും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി ഇക്വേഷൻസ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് പ്രോബ്ലംസ് അധികം കാണാറില്ല, പക്ഷേങ്കിലും അതിൻ്റെ തിയറീസ് അതുപോലെ ഇക്വേഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കും. പിന്നെ വന്നിട്ടുള്ളൊരു കാര്യമാണ് ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ. ഓക്കെ, എന്താണ് ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ എന്ന് ചോദിച്ച് കാണാറുണ്ട്, 3 മാർക്കിനൊക്കെ സ്ഥിരം വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ കൺവെൻഷണൽ ഡിസൈൻ പ്രൊസീജിയർ ഫോർ റിജിഡ് മാറ്റ്, ഇത്രയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. സോ ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സ്കവേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ആ എക്സ്കവേറ്റ് ചെയ്യുന്ന സമയത്ത് ആ മണ്ണിനൊരു വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യും, ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻറ്റയർ ബിൽഡിങ്ങിൻ്റെ ലോഡ് നമ്മൾ അവിടെ എക്സ്കവേറ്റ് ചെയ്തെടുത്ത മണ്ണിൻ്റെ വെയിറ്റിന് ഈക്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ ലോഡിന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത്തരം ഫൗണ്ടേഷനാണ് നമ്മൾ എന്ത് പറയാം, ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾ 3 വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, ഈ ഒരു പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു സെറ്റിൽമെൻറ്റ് അല്ലേ, സെറ്റിൽമെൻറ്റിൻ്റെ കേസിൽ പ്രധാനപ്പെട്ട ഒരു കേസാണ് ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ്. ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റിൻ്റെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ പ്രോബ്ലംസ് വരുന്ന സമയത്ത് അതിൽ IWയുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാറുണ്ട്, IWയുടെ വാല്യൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ 3 പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. ഇനി മൊഡ്യൂൾ 4 നോക്കാം. മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈൽ ഫൗണ്ടേഷൻസ് ആണ്. ഓക്കെ, പൈൽ ഫൗണ്ടേഷൻസ്. അപ്പോൾ അതിൻ്റെ യൂസസ് ഫസ്റ്റ് തന്നെ നമുക്ക് പറയേണ്ടത്, പൈൽ ഫൗണ്ടേഷൻ എപ്പോഴൊക്കെയാണ് അത് യൂസ് വരുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് പൈൽ, അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ക്ലാസിഫിക്കേഷൻ തന്നെ പല രീതിയിലുണ്ട്. ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ലോഡ് ട്രാൻസ്ഫർ, അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ്, ബേസ്ഡ് ഓൺ ഫങ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പല ടൈപ്പ്, ഏത് രീതിയിലാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെക്കാനിസം, അതുപോലെ തന്നെ അതിൻ്റെ ഏത് രീതിയിലാണ് കൺസ്ട്രക്ഷൻ്റെ മെത്തേഡ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ പൈൽ ഫൗണ്ടേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ എപ്പോഴും ചോദ്യപേപ്പറിൽ കാണാറുണ്ട്. ഓക്കെ, അടുത്ത് നോക്ക്, ഡിറ്റർമിനേഷൻ ഓഫ് ടൈപ്പ് ആൻഡ് ലെങ്ത് ഓഫ് പൈൽ. ഈ ഒരു കാര്യം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സിംഗിൾ പൈൽ ഇൻ ക്ലേ ആൻഡ് സാൻഡ്. അപ്പോൾ 2 രീതിയിൽ കാണാറുണ്ട്, ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സിംഗിൾ പൈൽ, അതോടൊപ്പം തന്നെ ഒരു പൈൽ ഒരു ഗ്രൂപ്പിൻ്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ബിയറിംഗ് കപ്പാസിറ്റിയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന സ്കിൻ ഫ്രിക്ഷൻ, നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും കാണാറുണ്ട്. ഓക്കെ, സോ അടുത്തത് പറഞ്ഞിട്ടുള്ളത് ഡൈനാമിക് ഫോർമുലയാണ്. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഫോർമുലയാണ് സ്റ്റാറ്റിക് ഫോർമുല കൂടെ നോക്കേണ്ടതുണ്ട്. സ്റ്റാറ്റിക് ഫോർമുല. സോ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് പൈൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലാസ് ആണ്. ഒന്ന് ഇത് ഡൈനാമിക് ഫോർമുല വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റിക് ഫോർമുല വരുന്നുണ്ട്, പിന്നെ പെനട്രേഷൻ ടെസ്റ്റ്, അങ്ങനെ വേറെയും ടെസ്റ്റുകൾ വന്നിട്ടുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ടുള്ള IS പൈൽ ലോഡ് ടെസ്റ്റ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ മൊഡ്യൂളിൽ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട അടുത്തൊരു ടെസ്റ്റാണ് പൈൽ ലോഡ് ടെസ്റ്റ്. അപ്പോൾ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടെസ്റ്റ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. രണ്ടും സിമിലർ കൈൻഡ് ഓഫ് ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വരുന്നിട്ടുള്ളൊരു മറ്റൊരു കാര്യമാണ് ഗ്രൂപ്പ് എഫിഷ്യൻസി ഓഫ് പൈലും. അതോടൊപ്പം തന്നെ തിയറി ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ. എല്ലാ ചോദ്യപേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ. എപ്പോഴാണ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ വരുന്നത് എന്നുള്ളത്. ഓക്കെ, നമുക്ക് പൈലിൻ്റെ കേസിൽ പൈലിന് സറൗണ്ടിങ് ആയിട്ട് ലൂസ് സോയിൽ അല്ലെങ്കിൽ ലോ കംപ്രസിബിൾ സോയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലാണ് ഈ ഒരു പൈലിലോട്ട് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പൈൽ ഫൗണ്ടേഷനിൽ വരുന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് പൈൽ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്ക്, വെൽ ഫൗണ്ടേഷൻ. ഓക്കെ, എന്താണ് വെൽ ഫൗണ്ടേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഡീപ്പ് ഫൗണ്ടേഷൻ്റെ കേസിൽ വന്നിട്ടുള്ള 2 ടൈപ്സ് ആണ് പൈൽ ഫൗണ്ടേഷനും വെൽ ഫൗണ്ടേഷനും. അപ്പോൾ വെൽ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എലമെന്റ്സ് ഓഫ് വെൽ ഫൗണ്ടേഷൻ. അതുപോലെ തന്നെ അതിൻ്റെ ഫിഗർ ചോദിക്കാറുണ്ട്. വെൽ ഫൗണ്ടേഷൻ്റെ ഫിഗർ വിത്ത് പാർട്സ്.
2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു വെൽ ഫൗണ്ടേഷൻ്റെ ഒരു 6 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് വെൽ ഫൗണ്ടേഷൻ്റെ പാർട്സുകൾ. അതുപോലെ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്. പിന്നെ വന്നതാണ് വെൽ സിങ്കിങ്ങും. അതുപോലെ നമ്മൾ ഒരു വെല്ല് സിങ്ക് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ് വരുന്നിട്ടുള്ളത്. ആ ഒരു പ്രോബ്ലംസ് എന്ന് പറയുകയാണെങ്കിൽ 2 ടൈപ്പ് പ്രോബ്ലംസ് ആണ് വരുന്നിട്ടുള്ളത്. ഒന്ന് ഷിഫ്റ്റിങ്ങും ഒന്ന് ടിൽറ്റിങ്ങും അല്ലേ. നമുക്കറിയാം ഈ ഒരു വെല്ല് നമ്മളിങ്ങനെ സിങ്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അലൈൻമെൻറ്റിൽ നിന്ന് ഹൊറിസോണ്ടലി എത്രത്തോളം മാറ്റം വരുന്നുണ്ട് അതിനെയാണ് നമ്മൾ ഷിഫ്റ്റിംഗ് എന്ന് പറയാം. അതേ സമയത്ത് അത് എത്രത്തോളം റൊട്ടേഷൻ വരുന്നുണ്ട് അതിനെയാണ് നമ്മൾ ടിൽറ്റിംഗ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ആ 2 പ്രോബ്ലംസാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അത് എങ്ങനെയൊക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം, ഈ ടിൽറ്റിങ്ങും അതുപോലെ തന്നെ ഷിഫ്റ്റും ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇത് റെക്ടിഫൈ ചെയ്യാം എന്നതും ചോദിക്കാറുണ്ട്. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 4. നമുക്ക് ലാസ്റ്റ് മൊഡ്യൂൾ നോക്കാം. ലാസ്റ്റ് മൊഡ്യൂൾ എന്താണ്? സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സോയിൽ എക്സ്പ്ലോറേഷൻ ആണ്. സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ സോയിൽ എക്സ്പ്ലോറേഷൻ. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് സൈറ്റ് എക്സ്പ്ലോറേഷൻ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെപ്പുകൾ അല്ലെ, റെക്കഗ്നൈസൻസ്, അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നിട്ടുള്ളത് അല്ലെ. റെക്കഗ്നൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ബേസിക്കായിട്ട് ആ സൈറ്റിൽ നിന്ന് ജസ്റ്റ് പോയി നോക്കിയിട്ട് അല്ലെ ഏതൊക്കെ മെത്തേഡ്സ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെക്കഗ്നൈസൻസിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് അതിൽ വരുന്ന 3 പ്രധാനപ്പെട്ട മെത്തേഡ്സ് ആണ്. ഒന്ന് ഓപ്പൺ എക്സ്കവേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ സബ്സർഫസ് സൗണ്ടിങ് മെത്തേഡ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ബോറിംഗ് മെത്തേഡ്സ്. ലാസ്റ്റ് ജിയോ ഫിസിക്കൽ മെത്തേഡ്. അപ്പോൾ ഈ ഒരു 4 മെത്തേഡ്സ് ആണ് നമുക്ക് എൻ്റയർ ഈ ഒരു സോയിൽ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ ജിയോ ഫിസിക്കൽ മെത്തേഡിൽ വീണ്ടും 2 എണ്ണം വരുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സീസ്മിക് റിഫ്രാക്ഷൻ മെത്തേഡും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡും. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്, ജിയോ ഫിസിക്കൽ മെത്തേഡ്. അതുപോലെ തന്നെ ഈ ബോറിംഗ് മെത്തേഡിൽ പല ടൈപ്പ് ബോറിംഗ് വരുന്നുണ്ട്. ഓഗർ ബോറിംഗ് വരുന്നുണ്ട്, വാഷ് ബോറിംഗ് വരുന്നുണ്ട്, പെർക്യൂഷൻ ഡ്രില്ലിംഗ് വരുന്നുണ്ട്, റോട്ടറി ഡ്രില്ലിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. ഓക്കെ, ബാക്കി കാര്യങ്ങളൊന്നും ജസ്റ്റ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ബോറിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ബോറിംഗ് വഴി നമുക്ക് ബോർ ഹോൾ നിർമ്മിക്കുകയാണ്. അപ്പോൾ ബോർ ഹോൾ നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് എത്രത്തോളം ഡെപ്തിലേക്ക് അതിൻ്റെ ബോർ ഹോളിൻ്റെ ഡെപ്ത് പോകേണ്ടതുണ്ട് എന്നുള്ളത് IS കോഡിൽ കുറച്ച് ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2 ബോർ ഹോളുകൾ തമ്മിൽ എത്രത്തോളം ഡിസ്റ്റൻസ്, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ചൂസിങ് സ്പേസിങ് ആൻഡ് ഡെപ്ത് ഓഫ് ബോറിംഗ്. ഓക്കെ, പിന്നെ വന്നിട്ടുള്ളത് സബ് സർഫസ് എക്സ്പ്ലോറേഷൻ ആണ്, അതിൻ്റെ മെത്തേഡ്സുകൾ. പിന്നെ അതിന് ശേഷം ബോറിംഗ് മെത്തേഡ് നേരത്തെ പറഞ്ഞു, ഓഗർ ബോറിംഗ്, വാഷ് ബോറിംഗ്, റോട്ടറി ഡ്രില്ലിങ്. അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളൊരു ബോറിംഗ് ആണ്. റോട്ടറി ഡ്രില്ലിങ്ങിനോടൊപ്പം തന്നെ പെർക്യൂഷൻ ഡ്രില്ലിംഗ് കൂടെ നിങ്ങൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ്. ഇതും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ്, അതിൻ്റെ പ്രൊസീജിയറും അതുപോലെ തന്നെ അതിൻ്റെ കോറിലേഷൻ വിത്ത് ഷിയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, പിന്നെ അതിൻ്റെ കറക്ഷൻസ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ്. പിന്നെ വന്നിട്ടുള്ളതാണ് സാമ്പിൾസ്. നമ്മൾ എടുക്കുന്ന സാമ്പിൾസ് ശരിക്കും 2 ടൈപ്പ് സാമ്പിൾസാണ് വരുന്നത്. ഒന്ന് ഡിസ്റ്റർബ്ഡ് സാമ്പിളും അൺഡിസ്റ്റർബ്ഡ് സാമ്പിളും. അപ്പോൾ ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് നമ്മൾ സാധാരണ എടുക്കുന്നത് അല്ലെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് കാണാൻ വേണ്ടിയിട്ടാണ്. അതേ സമയത്ത് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് വഴി നമുക്ക് എന്ത് കണ്ടെത്താം? എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് വഴി നമുക്കത് കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അതിൻ്റെ ടൈപ്സ് ഓഫ് സാമ്പിളേഴ്സ് പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട് അല്ലേ. സ്പ്ലിറ്റ് സ്പോൺ സാമ്പിളർ, അങ്ങനെ പല ടൈപ്പ് സാമ്പിളർ ഉണ്ട്. അതും കൂടി നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കി വെക്കുക. പിന്നെ വന്നിട്ടുള്ളൊരു പോയിൻ്റാണ് ഇതാ, നേരത്തെ നമ്മൾ പറഞ്ഞ ജിയോ ഫിസിക്കൽ മെത്തേഡ് അല്ലെ. 2 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? ഒന്ന് സീസ്മിക് റിഫ്രാക്ഷൻ മെത്തേഡ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾ 5 വന്നിട്ടുള്ളത്. മൊഡ്യൂൾ 5 ഒന്നുകൂടെ പറയാം, സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ബേസിക് ഐഡിയ ഇത് ഉണ്ടാക്കി വെക്കുക. നമുക്ക് 4 ടൈപ്സ് ആണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ നിർബന്ധമായിട്ട് പഠിക്കേണ്ട 2 ടൈപ്സ് ആണ് ഈ ഒരു ബോറിംഗ് മെത്തേഡ്സും ജിയോ ഫിസിക്കൽ മെത്തേഡും. അതോടുകൂടെ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ടെസ്റ്റാണ് സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ 5 വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ടോട്ടൽ 5 മൊഡ്യൂളത്തെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറയാം. നമുക്ക് മൊഡ്യൂൾ 5 നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ. മൊഡ്യൂൾ 4 പറയുകയാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 4 നമ്മൾ പറഞ്ഞു പൈൽ ഫൗണ്ടേഷൻ ആണ്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് പൈൽ, അതുപോലെ തന്നെ അതിൻ്റെ പ്ലേറ്റ് ലോഡ് ടെസ്റ്റും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ വെൽ ഫൗണ്ടേഷൻ്റെ ഈ ഒരു എലമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ കമ്പോണൻറ്റ് പാർട്സും അതിൻ്റെ പ്രോബ്ലംസും അതിൻ്റെ റെക്ടിഫിക്കേഷനും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. പിന്നെ വന്നിട്ടുള്ളതാണ് മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 നമ്മൾ പറഞ്ഞു സെറ്റിൽമെൻറ്റ് അനാലിസിസിൽ എസ്റ്റിമേഷൻ ഓഫ് ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ്, അതിൻ്റെ ഇക്വേഷൻ പഠിക്കുക. പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഫൂട്ടിങ്ങിൻ്റെ കേസിൽ അല്ലെ അതിൻ്റെ ടൈപ്സോ കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ട്രാപ്പിസോയിഡൽ ഫൂട്ടിങ് എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ,
ഇത്രയും കാര്യങ്ങൾ നോക്കുക. മൊഡ്യൂൾ 2 വരുന്ന സമയത്ത് അസംഷൻസ് അല്ലെ, ടെർസാഗിസ് ബിയറിംഗ് കപ്പാസിറ്റി തിയറിയാണ്, അതിൻ്റെ അസംഷൻസ് കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ തന്നെ മൊഡ്യൂൾ 1 എർത്ത് പ്രഷറാണ്, ലാറ്ററൽ എർത്ത് പ്രഷർ, അതിൻ്റെ അറ്റ് റെസ്റ്റ്, ആക്റ്റീവ് എർത്ത് പ്രഷർ, പാസീവ് എർത്ത് പ്രഷർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു 5 മൊഡ്യൂളിലും നോക്കി വെക്കാനുള്ളത്. ഈ ഒരു സെഷന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുകയാണ്. പുതിയൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ്.